everyone, welcome to day 13 of edX Live School. ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എക്സ്പേർട്ട് ടോക്ക് ആണ്. AI അതുപോലെ തന്നെ കൊമേഴ്സിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള അമീൻ സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഒരു 2015 അതിൻ്റെ അപ്പുറം ഇപ്പോൾ ഈ ഒരു 2025 വരെ ഈ ഒരു ഫീൽഡിൽ വളരെയധികം എക്സ്പെർട്ടൈസ് ഉള്ള വ്യക്തി കൂടിയാണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് പ്രാക്ടിക്കലി ഇന്ന് നമ്മുടെ കുട്ടികൾ അവിടെ ഇരുന്ന് ലേൺ ചെയ്യാണ് വിത്ത് ലാപ്ടോപ്പ് ആൻഡ് എവറിത്തിങ്. സോ നമുക്ക് കണ്ടറിയാം, കുട്ടികളുടെയും കൂടി റിവ്യൂസ് അവർക്കത് യൂസ്ഫുൾ ആയോ എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഏത് സമയം അതിൽ പോയി പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് കൊമേഴ്സിനുണ്ട്. കൊമേഴ്സിൽ തന്നെ പല മെത്തേഡ് ഉണ്ട്. കൊമേഴ്സ് എന്നതിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ആയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത്. അതിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ അങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമിൽ സപ്ലയറായിട്ട് അങ്ങനെ ചെയ്യുന്ന പരിപാടികളുണ്ട്. അതായത് സെല്ലർ പാനൽ എടുത്തിട്ട് അങ്ങനെ സെല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെ സ്വന്തമായിട്ട് നമ്മൾ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കൺസെപ്റ്റ് അറിയാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്? ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് നമ്മളിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സപ്ലയറിന് അയക്കുന്നു. പിന്നെ സപ്ലയറാണ് ആ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് അയക്കണത്. ക്ലിയർ അല്ലേ? അതായത് നമ്മളതിലൊരു ഇടനിലക്കാരൻ മെറ്റാഡ്സ് ബ്ലോക്ക് ചെയ്യും. അതിലിട്ട് കഴിഞ്ഞാൽ ഈ ആപ്പിൾ അതുപോലെ തന്നെ നൈക്കിൻ്റെ ഒക്കെ ഷൂ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യാൻ അത് മെറ്റിൻ്റെ പോളിസിക്ക് എതിരാണ്. അപ്പം ഡിജിറ്റൽ ഇതുപോലുള്ള പ്രൊഡക്ട്സ് പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി പിന്നെ മറ്റു പ്രൊഡക്റ്റുകളൊക്കെ പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി നമുക്ക് നിങ്ങളെ ബിസിനസ്സിന് പോയിട്ട് നമുക്ക് റിലേറ്റഡ് ആയിട്ട് നോക്കാം അതെങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത്. നമുക്ക് ഇതിന് പല രൂപത്തിൽ ചെയ്യാം. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ നേരെ മറിച്ച് വെബ്സൈറ്റ് യൂസ് ചെയ്ത് ഷോപ്പിഫൈ ഒക്കെ പോയി നമ്മളെ മാർജിനും ആഡ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ ഓരോരുത്തർ ഏറ്റവും ലോസ്റ്റ് റേറ്റിൽ നിന്ന് അതിന് കിട്ടി തുടങ്ങിയപ്പോൾ ആൾക്കാർ നേരെ ഡയറക്റ്റ് സ്വന്തം ആവശ്യങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ മനസ്സിലാക്കി ഡയറക്റ്റ് കസ്റ്റമറിന് കൊടുത്താലും ഇതിന് വാങ്ങാൻ ആൾക്കാരുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ നല്ല മറ്റതിൽ ഫോക്കസ് കുറച്ചിട്ട് നേരെ B2Cയിലേക്ക് ഫോക്കസ് ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു. ദിവസം നിങ്ങൾക്ക് 3000 രൂപ സമ്പാദിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊക്കെ മീഷോൻ്റെ പേരിങ്ങനെ വർക്ക് അറ്റ് ഹോം ലാസ്റ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിന് മനസ്സിലാവും ഇതാണ് ഏറ്റവും ബെറ്റർ ഉള്ള റിസൾട്ട് എന്നുള്ളത്. ഈ ഒരു ഇമേജ് അവരെ സംഭവമൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഇതാവുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ റെഡി ആണെങ്കിൽ അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാട്സപ്പിൽ കാറ്റലോഗ് പറഞ്ഞ ഓപ്ഷൻ ഞാൻ വേണമെങ്കിൽ വാട്സപ്പ് ഇതിൽ ജസ്റ്റ് എടുത്ത് കാണിച്ചിട്ട് ബിസിനസ് വാട്സപ്പ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റേക്ക് ഇവിടെയുള്ള ഓരോ ആൾക്കാരെ കുറിച്ചിട്ടും 52,000 ടച്ച് പോയിൻറ്റ്സ് അറിയാം. ഇപ്പോൾ നിന്നെ കുറിച്ചിട്ട് നിൻ്റെ ഉമ്മക്കും ഉപ്പക്കും നിനക്കറിയണേക്കാൾ കൂടുതൽ മെറ്റേക്ക് നിന്നെ കുറിച്ച് അറിയാം. അതായത് നിന്നെ കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിശ്ചയുണ്ടാവില്ല. നിനക്ക് പറയാൻ കുറച്ച് പോയിൻറ്റ്സ് നിശ്ചയുണ്ടാവും. പക്ഷേ മെറ്റേക്ക് അതിനേക്കാൾ നിന്നെ കുറിച്ച് അറിയാം. അങ്ങനെ ഒരു കസ്റ്റമറിനെ കുറിച്ചിട്ട് ഒരു പ്രൊഫൈലിനെ കുറിച്ചിട്ട് 52,000 ടച്ച്. അപ്പോൾ നമ്മളൊരു ബിസിനസ്സിന് ഇറങ്ങുമ്പോൾ എല്ലാത്തിനുള്ള ഓഡിയൻസ് ഇവിടെ ഉണ്ട്. ഫേസ്ബുക്കിൽ എത്ര ബില്യൺ യൂസേഴ്സ് ഉണ്ട്? മില്യൺ അല്ലല്ലോ, ബില്യൺ യൂസേഴ്സ് അല്ലേ? അപ്പോൾ അത്ര ബില്യൺ യൂസേഴ്സ്, അത്ര ആൾക്കാർ നമ്മളെ മുമ്പ് ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. നമ്മളൊന്ന് വിറ്റുവിട്ടാൽ മതി. അപ്പോൾ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ലൊക്കേഷനിലാണ് ഈ ലൊക്കേഷനിലുള്ള ആൾക്കാർക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഫേസ്ബുക്കിലാണെങ്കിലോ ലൊക്കേഷൻ പരിമിതികളോ ഒന്നുമില്ല. അതായത് എൻ്റെ പോലെ ചിന്താഗതി, എൻ്റെ പോലെ മെൻറ്റാലിറ്റി ഉള്ള കറക്റ്റ് ആൾക്കാരിലേക്ക് പോയിട്ട് എനിക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും. സാധനം ക്ലിയർ അല്ലേ? ഗൈസ്, നമുക്കിപ്പോൾ ഡ്രോപ്പ് ഷിപ്പിൻ്റെ സെഷനായിരുന്നു. അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അമിനക്കത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.